യഥാർത്ഥത്തിൽ അദ്ദേഹം 1970 കസേരയിലാണ് ഞാനിന്നിരിക്കുന്നത് എന്നതുകൊണ്ടും അദ്ദേഹം നന്നേ പ്രായമായൊരു മനുഷ്യനായതുകൊണ്ടും നിങ്ങൾക്ക് തന്നെ അദ്ദേഹം സ്വഭാവം അറിയാമല്ലോ, വേഗം പ്രകോപിതനാകുന്ന മനുഷ്യരിൽ ഒരാളാണ് ശ്രീ ജി സുധാകരൻ. അതുകൊണ്ട് ഈ പ്രായമായ അദ്ദേഹത്തിൻ്റെ വേളയിൽ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു അധിക്ഷേപം പറഞ്ഞ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇന്നലെ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ വളരെ ഞെട്ടലുണ്ടായൊരു ദിവസമാണ്. ആ ഞെട്ടലുണ്ടായതിൻ്റെ കാരണം UDFൻ്റെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് കടന്നു വന്ന ശ്രീ ജി സുധാകരനെ ഷാൾ അണിയിച്ച് ഇന്നലെ സ്വീകരിച്ചത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ശ്രീ ജി സുധാകരൻ ഏതായാലും അറിയാതിരിക്കാൻ സാധ്യതയില്ല. അറിയാവുന്ന ജി സുധാകരൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഹസ്തദാനം കൊടുത്ത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് ഷാളും വാങ്ങിയിട്ടാണ് ആ യോഗത്തിനകത്ത് പങ്കെടുത്തത്. ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഏതായാലും അത് പറയാതെ പോകാൻ നിർവാഹമില്ല. നിങ്ങളൊരു സമയം എടുത്താൽ ഞാനതൊന്ന് പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു വിവരം, ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി, ഞാൻ ഒരിക്കലും SFI സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ സംസാരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക ചെയ്യരുത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചരിത്രം ഞാനൊന്ന് നോക്കി. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി നോക്കിയാണെന്ന് നിങ്ങൾ വിചാരിച്ചു. 1969 KSFൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് അദ്ദേഹം. 1970 SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. 71 SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്. 72 CPMൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം. 75 ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം CPMൻ്റെ. 78 KSYFൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്. 80 KSKTUവിൻ്റെ, ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗ്ഗബഹുജന സംഘടനകളൊന്നാണ് KSKTU. ആ KSKTUവിൻ്റെ ജില്ലാ സെക്രട്ടറി. 81 CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. 82 ആദ്യ നിയമസഭാ മത്സരം കുട്ടനാട് അദ്ദേഹം പരാജയപ്പെട്ടു നിർഭാഗ്യവശാൽ. 83 കുട്ടനാട് താലൂക്ക് സെക്രട്ടറി CPMൻ്റെ. 84 കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം. 10 വർഷക്കാലം അദ്ദേഹം സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. 85 CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം. 86 CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി, ഏറ്റവും പ്രധാനപ്പെട്ട വർഗ്ഗബഹുജന സംഘടനയാണ്. 87 രണ്ടാം തവണ അദ്ദേഹം അമ്പലപ്പുഴ നിയമസഭാ മത്സരം, പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. 88 പാർട്ടി ജില്ലാ സ്കൂൾ, അദ്ദേഹം നിരന്തരമായി പറയുന്നതാണ്, പാർട്ടി ജില്ലാ സ്കൂളിൻ്റെ ചെയർമാനായി SRPക്ക് ശേഷം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 89 നഗരസഭാ കൗൺസിലറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 990 ആലപ്പുഴ ജില്ലാ കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 96 കായംകുളത്ത് 3-ാം തവണ അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹം നിയമസഭയിലേക്ക് ജയിച്ചു. 97 കരിയിലക്കുളങ്ങര സ്പിന്നിംഗ് മിൽ MLA ആയിരിക്കുന്ന അതേ അവസരത്തിൽ കരിയിലക്കുളങ്ങര സ്പിന്നിംഗ് മില്ലിൻ്റെ ചെയർമാനായി അദ്ദേഹം ഇരുന്നു. 2001 4-ാം നിയമസഭയിലേക്ക് അദ്ദേഹം 4-ാം തവണ മത്സരിച്ചു, പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. 2002 CPM ജില്ലാ സെക്രട്ടറി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. നിർഭാഗ്യവശാൽ ആ കമ്മിറ്റി പിന്നീട് പിരിച്ചുവിടപ്പെട്ടു. എന്നാൽ 2005 വീണ്ടും അദ്ദേഹം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 അദ്ദേഹം അമ്പലപ്പുഴ MLA ആയി. 2011 അദ്ദേഹം അമ്പലപ്പുഴ MLA ആയി. 2006 MLA ആയി. 2006 തന്നെ അദ്ദേഹം മന്ത്രിയായി. 2011 അദ്ദേഹം അമ്പലപ്പുഴ MLA ആയി. 2016 അദ്ദേഹം വീണ്ടും അമ്പലപ്പുഴ MLA ആയി. അദ്ദേഹം വീണ്ടും മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 15 പാർട്ടി കോൺഗ്രസിൽ ശ്രീ ജി സുധാകരൻ പങ്കെടുത്തു. 1967 മുതൽ 2023 വരെയുള്ള മുഴുവൻ സംസ്ഥാന സമ്മേളനങ്ങളിലും ജി സുധാകരൻ പ്രതിയായിരുന്നു. 7 തവണ നിയമസഭയിൽ അദ്ദേഹം മത്സരിച്ചു. 20 വർഷം അദ്ദേഹം MLA ആയി. 10 വർഷം അതിൽ അദ്ദേഹം മന്ത്രിയായി. 63 വർഷം, ഞാൻ ഈ പറഞ്ഞ തീയതി 69 തുടങ്ങിയ തീയതിയിൽ 2023 വരെ അധികാരമില്ലാത്ത ഒരു ദിവസം പ്രിയപ്പെട്ട ശ്രീ ജി സുധാകരൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തേക്കാൾ, എൻ്റെ ജീവിതത്തേക്കാൾ ഏതാണ്ട് 4 മടങ്ങ് രാഷ്ട്രീയ ജീവിത പാരമ്പര്യമുള്ള ആളാണ് ശ്രീ ജി സുധാകരൻ. അദ്ദേഹത്തോട് ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ, അദ്ദേഹം പണ്ട് പ്രവർത്തിച്ച നേതൃത്വം കൊടുത്ത SFIയുടെ ഒരു സാധാരണ പ്രവർത്തന നിലയിൽ ഞാൻ ചോദിക്കുന്നത്, എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് അദ്ദേഹം ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ വളരെ വിനയത്തോടെ അദ്ദേഹം പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല. ഞാൻ ഈ എണ്ണിപ്പറഞ്ഞത് ഓരോന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയ പാർട്ടി അദ്ദേഹത്തിന് വേണ്ടി കൊടുത്ത സ്ഥാനങ്ങളാണ്. സഖാവ് ജി ഭുവനേശ്വരൻ്റെ ചേട്ടനാണ് അദ്ദേഹം, സഹോദരനാണ് അദ്ദേഹം എന്നത് ഈ സ്ഥാനങ്ങൾ ലഭിക്കുന്നതിന് പ്രധാനപ്പെട്ടൊരു ഭാഗമായി മാറിയിട്ടുണ്ട് എന്നത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. ഇത്രയും സ്ഥാനം ലഭിച്ച മറ്റൊരാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വളരെ വിരളമായല്ലേ മറ്റൊരാൾ ഉണ്ടാവും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1996 ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയൊരു നീക്കം രാജ്യത്ത് നടന്നിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു.
ഒരുപക്ഷേ അതിനൊരു ശ്രമം പിന്നീട് നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ പാർട്ടി അദ്ദേഹത്തെ അതിലേക്കും പരിഗണിച്ചേക്കാം. അദ്ദേഹം അതിലും പരിഗണിക്കപ്പെടേണ്ട ആളാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ ഉൾപ്പെടെ പരിഗണിക്കപ്പെടാൻ യോഗ്യതയുള്ള ആളാണ് ശ്രീ ജി സുധാകരൻ. പക്ഷേ ഇനി എന്താണ് പാർട്ടി അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇനി എന്ത് പരിഗണനയാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇനി എന്താഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം മറ്റൊരു മേച്ചിൽപ്പുറം തേടി പോകുന്നത്? ഞാൻ വളരെ വിനയത്തോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അദ്ദേഹം തരുന്ന മെസ്സേജ് എന്താണ്? ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തനം പൊതുസേവനമാണെന്നും പൊതുസേവനത്തിന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, ഒരു പൊതുസേവനം നടത്താൻ ഏതെങ്കിലും ഒരു പാർലമെൻ്ററി പദവിയോ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനമോ വേണ്ടതില്ല എന്ന് ആവർത്തിച്ച് കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളോട് അദ്ദേഹം പറയുന്ന വാർത്ത എന്താണ്, അദ്ദേഹം തരുന്ന സന്ദേശം എന്താണെന്ന് ഞാൻ വളരെ വിനയത്തോടെ ഞാൻ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തുള്ളൂ. ഞാൻ വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ കേരളത്തിലെ രാഷ്ട്രീയ യൗവനത്തോട്, ഈ കോൺഗ്രസ് ആയിക്കോട്ടെ, ഞാൻ SFI മാത്രമൊന്നും കൂട്ടുപിടിക്കുന്നില്ല, കോൺഗ്രസ്സിലുള്ള UDFിലുള്ള BJPയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരോട് അദ്ദേഹം കൊടുക്കുന്ന സന്ദേശം എന്താണ്? അധികാര കസേരയില്ലെങ്കിൽ പൊതുപ്രവർത്തനമില്ല എന്ന സന്ദേശമാണോ അദ്ദേഹം ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? അധികാര കസേര ഉണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയൂ, ജനങ്ങളെ സഹായിക്കാൻ കഴിയൂ എന്നതാണോ അദ്ദേഹം ഞങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്? ഇത്രയും പരിഗണിച്ചൊരു പാർട്ടിയെ ഞാൻ വീണ്ടും എണ്ണി പറയുന്നു, ഇത്രയും 1967 മുതൽ 2023 അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഒഴിഞ്ഞ ശേഷം അദ്ദേഹം എങ്ങോന്നും മാറ്റി നിർത്തുക എൻ്റെ ശ്രദ്ധയിലില്ല. ഇത്രയും പരിഗണിച്ചൊരു പാർട്ടിയെ അദ്ദേഹം എന്തിന് തള്ളിപ്പറഞ്ഞ് എവിടേക്കാണ് പോകുന്നത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വിഷമം. ഞാൻ 2014 SFയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി ഭുവനേശ്വർ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ എൻ്റെ ജീവിതത്തിൽ സമയം മാറ്റിവെച്ചൊരു SFI പ്രവർത്തകനാണ്. 2014 മുതൽ 2025 വരെ ഒരു മുടക്കവുമില്ലാതെ ഡിസംബർ 7-ാം തീയതി ഭുവനേശ്വറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ പോയിട്ടുള്ള ആളാണ്. 2015 മുതൽ SFI ഡിസംബറാണ്. ആ ഭുവനേശ്വർ അനുസ്മരണത്തിൽ ഞങ്ങൾ പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ തവണ ഒഴിച്ച് ആ 2014 മുതലുള്ള എല്ലാ അനുസ്മരണങ്ങളിലും മുടങ്ങാതെ അവിടെ പുഷ്പാർച്ചന നടത്താത്തൊരു മനുഷ്യനെ ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേര് ശ്രീ ജി സുധാകരനാണ്. ആ മനുഷ്യൻ പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടെ ഒത്തുകൂടി ഞങ്ങൾ വിദ്യാർത്ഥികൾ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയായിരുന്നു: കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയിൽ KSUക്കാർ തലതല്ലിപ്പൊളിച്ച് കൊന്നതാണ് എൻ്റെ സഹോദരനെ, നിങ്ങളുടെ നേതാവിനെ, ജി ഭുവനേശ്വരനെ എന്നാണ്. ആ പ്രസംഗം കേട്ട് SFI അവരാണ് ഞങ്ങളെല്ലാവരും. ആ പ്രസംഗത്തിലൂടെ കേരളത്തിനകത്തെ വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും സംസാരിച്ചുള്ള ആളാണ് ജി സുധാകരൻ. ആ ശ്രീ ജി സുധാകരനാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജി ഭുവനേശ്വരനെ കൊന്നത് KSU അല്ല, നായർ പ്രമാണിമാരാണ് എന്ന് അദ്ദേഹം മാറ്റി പറഞ്ഞു. അധികാരത്തിന് വേണ്ടി സഹോദരനെ കൊലപ്പെടുത്തി രാഷ്ട്രീയത്തെ മാറ്റിപ്പറയാൻ എങ്ങനെ അദ്ദേഹത്തിന് മനസ്സ് വരുന്നു? ഞാൻ വിഷമത്തോടെ ചോദിക്കുകയാണ്. ഞാൻ പ്രതിഷേധത്തോടെ അല്ല ചോദിക്കുന്നത്, ഞാൻ വിഷമത്തോടെയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. എങ്ങനെ അദ്ദേഹത്തിന് സാധിക്കുന്നു? സ്വന്തം അനിയൻ്റെ രക്തസാക്ഷിത്വത്തെ പറ്റി ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ശ്രീ ജി സുധാകരന് ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകളെ തള്ളിപ്പറഞ്ഞ് അധികാര കസേരയ്ക്ക് പിന്നിലെ പോകാനുള്ള പ്രേരണ ആരുടേതാണ്? ഞാൻ വിശ്വസിക്കുന്നില്ല പൂർണ്ണമായ അദ്ദേഹത്തിൻ്റെ പ്രേരണയാണ്. അദ്ദേഹത്തെ ആരൊക്കെയോ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട്. ആ നിയന്ത്രിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൻ്റെ ചവിട്ടുകൊട്ടയിലേക്കാണ് അവർ അദ്ദേഹത്തെ തള്ളിയിടാൻ പോകുന്നത് എന്നതാണ്. ചരിത്രത്തിൻ്റെ ചവിട്ടുകൊട്ടയിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ട് ചരിത്രത്തിൽ ഒറ്റുകാരനായി അദ്ദേഹത്തെ രേഖപ്പെടുത്തുന്ന നിലയിലേക്കാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രയെ കൊണ്ടുപോകുന്നത്. പിന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ചില മനുഷ്യരുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ചില മനുഷ്യർ വിചാരിക്കുന്നത് അദ്ദേഹം ജയിച്ച് MLA ആയാൽ സ്നേഹമുണ്ടല്ലോ, അദ്ദേഹം MLA ആയാലോ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയം UDFൻ്റെ ആണെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കണം. UDF രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ടതായില്ല. അദ്ദേഹത്തോട് ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയി എന്ന വിഷമത്തേക്കാൾ എന്നെ അലട്ടുന്ന അദ്ദേഹം UDFൽ എത്തിച്ചേർന്നു എന്നതാണ്. ആ UDFൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഭാവിയിൽ എന്താകുമെന്നതാണ് എന്നെ വ്യക്തിപരമായി അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. UDFലെ സീനിയർ നേതാക്കന്മാർ ഇന്നത്തെ അവസ്ഥ എന്താ? ആ പാവം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏറ്റവും സീനിയറായ UDFൻ്റെ നേതാവാണ്. ഏറ്റവും സീനിയറായ UDFൻ്റെ നേതാവ് പുതുവിധ യാത്രയിലേക്ക് ഒന്ന് സ്വീകരിക്കാൻ പോയതാണ് VD സതീശനെ. പോയത് മാത്രമേ ആ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓർമ്മയുള്ളൂ. സ്നേഹത്തള്ള് എന്നാണ് അന്ന് UDFകാർ പേരിട്ടത്. ഒറ്റ സ്നേഹത്തള്ളിൽ ആ പാവം മനുഷ്യനെ ബാനറും കർട്ടനും പൊളിച്ചാണ് വേദിയിൽ തള്ളി താഴെയിട്ടത്. ആ തള്ളേറ്റു വാങ്ങാനാണോ പ്രിയപ്പെട്ട ജി സുധാകരൻ UDFലേക്ക് പോയിരിക്കുന്നത്? ജി സുധാകരനെ സ്നേഹിക്കുന്നവരോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതിനാണോ നിങ്ങൾ അദ്ദേഹത്തെ എവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്? ഇനി നല്ല പാല് അല്ലേ, നല്ല പാല് പരിശുദ്ധമായ പ്രതലത്തിലിരിക്കുമ്പോഴാണ് പിരിയാതെ നല്ല പാലായി നിലനിൽക്കുന്നത്. ആ നല്ല പാലിനെ കളങ്കപ്പെട്ട പ്രതലത്തിലേക്ക് എപ്പോൾ ഒഴിക്കുന്നോ അപ്പോൾ പാല് പിരിഞ്ഞു പോവും. ജി സുധാകരനെ സ്നേഹിക്കുന്നവരോടാണ് ഞങ്ങൾ പറയുന്നത്. പരിശുദ്ധമായ പ്രതലത്തിലിരുന്നു കൊണ്ടാണ് ജി സുധാകരൻ നന്മയുടെ പ്രതിരൂപമായത്. ആ പ്രതലത്തെ ഇന്ന് മാറ്റി UDFൻ്റെ അഴിമതിയുടെ പ്രതലത്തിലേക്ക് മാറ്റി ഒഴിച്ചതുകൂടി അദ്ദേഹത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു.
ആ പരിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നതിനെ വളരെ ഗൗരവത്തോടെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ കാണണം. അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് അദ്ദേഹത്തെ പറഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചാൽ അദ്ദേഹത്തിന് നാശമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നത് വളരെ പ്രത്യേകമായി നാം നോക്കി കാണും.